നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ ആരാ? അങ്ങനെ പറഞ്ഞിട്ട് ആള് പിന്നെ കാലത്ത് മൊബൈൽ എടുത്തോണ്ട് വരുന്നു. നിങ്ങളൊക്കെ ആരാ? അല്ല, എനിക്ക് പറയാനുള്ളത് കുറച്ച് എന്തോ വികാരം കൂടിയ ആളായിട്ടാണ് പണ്ട് മുതലേ തോന്നിയിട്ടുള്ളത്. കാര്യം സിനിമയിലുള്ള ആ തരത്തിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഭരത് ചന്ദ്രനൊക്കെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് കുറച്ച് ഹൈപ്പറായിട്ട് സംസാരിക്കാനും കൈയെടുക്കാനും, അപ്പം അത് അദ്ദേഹത്തിന്റെ ബോഡിയിലുണ്ട്, രക്തത്തിലുണ്ട്. അത് മുതലെടുക്കാണ്. എന്നിട്ട് ഇത് വീഡിയോ എടുത്തിട്ട് അവരുൾപ്പെടെ രസിക്കുകയാണ്. ഇതാ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നത്. അത് ചെയ്യരുത്. അയാളൊരു നല്ല മനുഷ്യനുണ്ട്, മനുഷ്യ സ്നേഹിയുണ്ട്. നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അയാളെ പ്രകോപിപ്പിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹമാണ് വളരെ മെച്യൂർ ആയിട്ടുള്ള സമീപനമാണ്. തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് തൃശ്ശൂരിനെ ഏറ്റെടുത്ത വ്യക്തിയാണല്ലോ ശ്രീ സുരേഷ് ഗോപി. അതിനുശേഷം തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരുപാട് ട്രോളുകളിലൂടെയാണ് സുരേഷ് ഗോപി കടന്നുപോയിട്ടുള്ളത്. എന്നാൽ പല സന്ദർഭങ്ങളിലും ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത് എന്ന് ചിന്തിച്ചതാണ് ഞാൻ. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ കാണിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ കാണിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പരാജയമായിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റിയൽ ക്യാരക്ടറിലാണ് അദ്ദേഹം എപ്പോഴും കാര്യങ്ങൾ സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, പ്രതികരിക്കും. പക്ഷെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവത്തെ വളരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് ഒരു ടോൺഡ് ആയിട്ടുള്ള ക്യാരക്ടറായിരിക്കും അവർ പ്രേക്ഷകരുടെ മുമ്പിൽ അല്ലെങ്കിൽ വോട്ടേഴ്സിൻ്റെ മുന്നിൽ എടുക്കുക. പക്ഷേ അങ്ങനെ ഒരു ആക്ടിങ് നടത്താൻ സുരേഷ് ഗോപിക്ക് അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല. നല്ല ശക്തിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. അതിൻ്റേതായ എല്ലാ ട്രോളുകളും അദ്ദേഹം ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പലപ്പോഴും സംസാരത്തിലെ പാകതയില്ലായ്മയും ഒരുപാട് പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഉന്നത കുലജാതൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ച് ശബരിമലയിലെ തന്ത്രിയായി മാറണമെന്നൊക്കെ പറയുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങളൊക്കെ വീണ്ടും സംസാരിക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ളവർക്കൊന്നും ഈ കാലഘട്ടത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. തീർച്ചയായിട്ടും തൃശ്ശൂരിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് ഒരു ചാൻസ് കൊടുത്തു. പക്ഷെ അത് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. പകരം ജാതീയമായ വേർതിരിവുകളൊക്കെ വീണ്ടും കൊണ്ടുവരുന്ന രീതിയിലുള്ള സംസാരം, ഇതൊക്കെ മനുഷ്യനെ തീർച്ചയായിട്ടും വേദനിപ്പിക്കുമെന്ന കാര്യത്തിൽ